ഈ ത്രിതല പഞ്ചായത്ത് വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം കൈവരിച്ച് വിജയശ്രീലാളിതരായി വന്ന എൻ്റെ കുറ്റിപ്പുറത്തെ നല്ലവരായ ജനപ്രതിനിധികളായ സഹോദരി സഹോദരന്മാരെ, ജനാധിപത്യ ചേരിയുടെ മുന്നണി പോരാളികളായ നേതാക്കളെ, സർവോപരി ഇന്നത്തെ ഈ പരിപാടി സംഘടിപ്പിച്ച മുസ്ലിം ലീഗിൻ്റെ മജ്ജയും മാംസവുമായ KMCC ഘടകത്തിൻ്റെ UAE കമ്മിറ്റിയുടെ ഭാരവാഹികളായ എൻ്റെ സുഹൃത്തുക്കൾ മൊയ്തുട്ടി സാഹിബ് വേളേരി, അസീസ് വേളേരി ഉൾപ്പെടെയുള്ള ഈ വേദിയിലും വേദിക്ക് താഴെയുമായി അണിനിരന്നിട്ടുള്ള പ്രിയങ്കരനായ നമ്മുടെ അലവി ഹാജി ഉൾപ്പെടെയുള്ള KMCCയുടെ ഭാരവാഹികളെ, നേതാക്കളെ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, ഇന്നിവിടെ നടത്തിയ ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ സാധിച്ചതിൽ നമുക്കൊക്കെ ഏറെ അഭിമാനമുണ്ട്. KMCC ഇതുപോലെയുള്ള പല കാര്യങ്ങളിലും നേരത്തെ ഗഫൂർ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗിൻ്റെ ഊർജവും ഉശിരുമാണ്. പ്രിയങ്കരന്മാരായ നമ്മുടെ നേതാക്കന്മാരിൽ പല ആളുകളും വോട്ടിനായി വന്നവരാണ്. അവർ വീട്ടുകാരെ കാണാനല്ല, നാട്ടുകാരോട് കുശലം പറയാനല്ല, ഐക്യജനാധിപത്യ മുന്നണിക്കൊരു പോറലും ഏൽക്കരുത് എന്നുള്ള ദൃഢനിശ്ചയത്തിൽ അവർ ടിക്കറ്റ് എടുത്ത് വളരെ മനോഹരമായി കൈപ്പത്തിയും കോണിയും ഒക്കെ അവരുടെ പെട്ടിയിൽ ഒട്ടിച്ച് കരിപ്പൂർ എയർപോർട്ടിലും നെടുമ്പാശ്ശേരിയിലൊക്കെ വന്നിറങ്ങിയാണ് ഈ ഇരിക്കുന്ന പല ആളുകളും KMCCക്കാരും പ്രവാസികളുമായിട്ടുള്ളവർ ഇവിടെ അണിനിരന്നിട്ടുള്ളത്. നമുക്കറിയാം, കുറ്റിപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറെ അഭിമാനകരമായ ഒരു വിജയമാണ്. ഇടത് ഗവൺമെന്റിന്റെ തണലിലാണ് ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നത്. അവരുടെ പേനയിലെ മഷി കൊണ്ട് അവരുടെ ഇഷ്ടത്തിന് വെട്ടിമുറിച്ച വാർഡുകളാണ് അധികവും. കേരളക്കര മുഴുക്കെ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ചെന്നപ്പോൾ തില്ലങ്കേരിയിലെ മുസ്ലിം ലീഗിന്റെ ഒരു വാർഡിൽ 1000 വോട്ടർമാരെ 250 ആക്കിയിട്ട് 4 സ്ഥലത്തേക്ക് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ അവരുടെ ഇഷ്ടത്തിന് വെട്ടിമുറിച്ച വാർഡാണ്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ വെട്ടിമുറിച്ച വാർഡുകൾ മാത്രമല്ല, ഭരണത്തിന്റെ തണലുണ്ടായിരുന്നു, പോലീസിന്റെ സഹായം ഉണ്ടായിരുന്നു, മന്ത്രിമാർ ഭരണം ദുരുപയോഗം ചെയ്തിരുന്നു. പോരാത്തതിന് ഞങ്ങളെപ്പോലെ ഈ ഇരിക്കുന്നവരിൽ അധികവും കൈപ്പത്തിയിലും കോണിയിലുമാണ് മത്സരിച്ച് ജയിച്ചു വന്നത്. വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമാണ് സ്വതന്ത്ര വേഷത്തിൽ വന്നത്. അത് ആ വാർഡിന്റെ പ്രത്യേകമായ സാഹചര്യത്തിൽ വന്നതാണ്. പക്ഷേ ഈ കുറ്റിപ്പുറം അടക്കം നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നല്ല കോട്ടക്കൊത്തളങ്ങളിൽ അവർ അരിവാൾ ചുറ്റിക പണയം വെച്ചു എന്ന് ഞാൻ പറയുന്നില്ല, ഉരുക്കി തൂക്കി വിറ്റു എന്നതാണ് ശരി. തെരഞ്ഞെടുപ്പിന് ചിഹ്നം ഉണ്ടായിരുന്നില്ല, പല വാർദ്ധക്യം ബാധിച്ച ചിഹ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തൊട്ടാൽ പൊട്ടുന്ന ചിഹ്നങ്ങൾ, കപ്പ്, സോസർ, കുപ്പി ഗ്ലാസ്, അതുപോലെ ബൾബ്. ബ്രാഞ്ച് സെക്രട്ടറിക്ക് അരിവാളില്ല, ബ്രാഞ്ച് സെക്രട്ടറിക്കും ലോക്കൽ സെക്രട്ടറിക്കും അരിവാളില്ല എന്ന് പറഞ്ഞാൽ ഖത്തീബിനും മുദരിസിനും തലേ കിട്ടില്ല എന്നുള്ളതിന്റെ ചുരുക്കാണ്. എന്ത് പറ്റിപ്പോയി ഈ പാർട്ടിക്ക്? പല സ്ഥലത്തും സ്വതന്ത്രൻ എന്ന് പോലും പറഞ്ഞു. LDF സ്വതന്ത്രൻ എന്ന് പോസ്റ്ററിൽ ഇല്ല. അങ്ങനെ പാർട്ടി പറയാതെ, മുന്നണി പറയാതെ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നു. മാത്രമല്ല, പല വീടുകളിലും കയറി അവർ ചോദിച്ചത്, ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരിമാരെ, 3 വോട്ടില്ലേ, അത് 2 എണ്ണം എടുത്തോളി, 1 നമുക്ക് എന്നാ മതി. അങ്ങനെ ഈ 1 ചോദിച്ച് അവസാനം ഞങ്ങൾക്ക് വലിയൊരു ദുരിതം കിട്ടിയത് മണ്ണാർക്കാട് നഗരസഭയിലാണ്. അവിടെ മത്സരിച്ചൊരു സഖാവിന് ആകെ കിട്ടിയത് 1 വോട്ടാണ്. ഓൻ്റെ പെണ്ണുങ്ങളെ വോട്ട് പോലും അവനക്ക് കിട്ടിയില്ല. ഓൻ്റെ 1ന്റെ പൂതിയാണ് തീർത്ത് നാട്ടുകാർ. 1 വോട്ടാ ചോദിച്ചത്. അതേ മണ്ണാർക്കാട് നഗരസഭയിൽ നമ്മൾ കാണുന്ന മറ്റൊരു കൗതുകം, ഇടതു മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തി ആ വാർഡിൽ തോറ്റപ്പോ തോറ്റ വിവരം അറിഞ്ഞ് വീട്ടിക്ക് നിരാശയായിട്ട് വരികയാണ്. അപ്പോഴാണ് BJPയുടെ ജാഥകം വഴി വരണ്ടേ ഈ സാധു നേരെ അയൽക്കാട് കയറി. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, ഇപ്പൊ ആ DJന്റെ കൂടെ കളിക്കണ ചെറിയ മക്കളെ പോലത്തൊരു ഈ ലോകകപ്പൊക്കെ വന്നാൽ, ഇപ്പൊ എൻ്റെ മോനൊക്കെ പെട്ടതാണ്. അപ്പം ബ്രസീലിൻ്റെ ആളാണ്, റൊണാൾഡോന്റെ ആളൊക്കെയാണ്. അപ്പൊ ഈ കളിയിൽ അർജന്റീനയും ബ്രസീലും തമ്മിലുള്ള ആ ഫൈനൽ നടക്കുമ്പോൾ ഇവരൊക്കെ ബ്രസീലരാണ്, പക്ഷെ ജയിച്ചത് അർജന്റീന.
TV ഒക്കെ ഓഫാക്കിയിട്ട് നിരാശപ്പെട്ട് പീഡിയൻ്റെ അവിടെ ഇരിക്കുമ്പോഴാണ് അർജന്റീനന്റെ ജാഥ പോണുണ്ട്. നേരെ അയൽക്കാണ്ട് കയറി കുട്ടികൾ. ആ പൈതം മക്കളെ ബുദ്ധിയാണ് ഇന്ന് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളത് എന്ന് മാലോകൻ അറിയണം. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് എന്താ കണ്ടത്? ഒരു സ്ഥലത്തും വ്യക്തമായ രാഷ്ട്രീയം പറഞ്ഞില്ല, ചിഹ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പല സ്ഥലത്ത് ഫാന്, വാഷിംഗ് മെഷീന്, ഫ്രിഡ്ജ്, ഹൈക്കട്ടില്. ഈ തെരഞ്ഞെടുപ്പ് വല്ല കുടിയിരിക്കലാണെന്ന് തോന്നിപ്പോകും. അമ്മാതിരിയുള്ള സകല ഉപകരണങ്ങളും തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചു. പിന്നെ തോന്നിയ പോലെ ജാതി പറഞ്ഞു, മതം പറഞ്ഞു. ഇരിക്കുന്ന പല സ്ഥാനാർത്ഥികളുടെയും വാർഡിൽ പോയിട്ട് കണ്ടില്ലേ? മുസ്ലിം വീടുകളിൽ പോയി പറയാ ഇതാരാന്നറിയോ? രാത്രി RSS ആണ്. നോക്കണം. ഒരു ഹൈന്ദവനായി ജനിച്ചൊരു UDFന്റെ, ലീഗുകാരുടെ, കോൺഗ്രസ്സുകാരുടെ സ്ഥാനാർത്ഥികളെ ചൂണ്ടിയിട്ട് അങ്ങനെയുള്ള ആരോപണങ്ങൾ. അതുപോലെ ഞങ്ങളെ കുറിച്ച് ജമാഅത്തെ ഇസ്ലാമി ബന്ധം, അത് ഇന്നും നില തുടങ്ങിയതല്ല. ഈ കുറ്റിപ്പുറത്ത് അബ്ദുൽ നാസർ മാദരിയെ ഹുസൈൻ കണ്ടത്താണിക്കൊപ്പം ഇരുത്തിയാണ് സഖാവ് പിണറായി പറഞ്ഞത് ഞങ്ങളുടെ ലക്ഷ്യം ലീഗില്ലാത്ത പാർലമെന്റ് ഉണ്ടാക്കലാണ് എന്ന് പറഞ്ഞ പിണറായിയുടെ പാർട്ടിക്ക് CPM ഇല്ലാത്ത ജില്ലാ പഞ്ചായത്തും CPM ഇല്ലാത്ത ബ്ലോക്ക് പഞ്ചായത്തും ഇതേ കുറ്റിപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് തന്നെ നമ്മൾ സമ്മാനിച്ചിരിക്കുകയാണ്. പല പഞ്ചായത്തിലും ഇവർക്ക് പ്രതിപക്ഷമില്ല, ഒറ്റ ആളെ ജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. പല കോട്ടക്കൊത്തളങ്ങളും പോയി. AKG സെന്ററിന്റെ താഴെ തോറ്റു. ടവറിന്റെ ചോട്ട് റേഞ്ചില്ലെങ്കിൽ പിന്നെ എന്താ സ്ഥിതി? AKG സെന്ററിന്റെ താഴെ പോയി. നിങ്ങളെ മുടിചൂട മന്നനായ ആത്മീയാചാര്യൻ ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ ഏലംകുളം പഞ്ചായത്ത് കഴിഞ്ഞ തവണ നിങ്ങൾ ജനാധിപത്യത്തെ അട്ടിമറിച്ചു. അവിടെ ചെയ്തത് എന്താ? ആകെ 16 സീറ്റാണ്. 8 UDF-ഉം 8 LDF-ഉം. 8 UDF 8 LDF. 4 കൊല്ലം നമ്മൾ ഭരിച്ചപ്പോ ഇവർക്ക് സൈ കെട്ടു. നോക്കണം, തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി 20 ലക്ഷം രൂപ, ഞാൻ മൈക്കിലൂടെ പറയുന്നത് ഉത്തരവാദിത്വത്തോടു കൂടി, സ്വകാര്യ ചാനലിൽ വന്ന വാർത്തയാണ്. അവിടുത്തെ ലോക്കൽ ബ്രാഞ്ച് ഭാരവാഹികള് 20 ലക്ഷം എടുത്തിട്ട് ഇപ്പുറത്ത് നിന്ന് സ്വതന്ത്രയായി ജയിച്ച ഒരുത്തിയെ മറുകണ്ഠം ചാടിച്ചു. എന്നിട്ട് അവിടെ ഭർത്താവിന് ഗൾഫിൽ ജോലിയും വാഗ്ദാനം ചെയ്ത് കൊണ്ടുപോയിരിക്കുകയാണ്. ആ ഒരു കൊല്ലം ഇവര് വാർഡ് വെട്ടിമുറിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു. വേറെ ഒന്നും നടത്തിയില്ല. ഏലംകുളത്ത്, ആ ഏലംകുളത്ത് ഈ തെരഞ്ഞെടുപ്പില് 18 സീറ്റില് 10ഉം ഐക്യ ജനാധിപത്യ മുന്നണിയാണ് EMSന്റെ നാട്ടിൽ നേടിയത്. ഞങ്ങളിപ്പോ അവിടെ പാറമ്മല കൊത്തിയത്. പാറമ്മ കൊത്തി അവിടെ വെള്ളം കണ്ട് ഇനി ജമ്മത്തിന് പറ്റൂല. പാറമ്മ വെള്ളം കണ്ടാൽ അങ്ങനെ ഒരു സുഖമുണ്ട്. അവിടെ ജമ്മത്തിന് ഇനി പറ്റൂല. പെരിന്തൽമണ്ണ നഗരസഭ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിരുന്നില്ല. ഞങ്ങളെ പ്രിയപ്പെട്ട MLA നജീബ് കാന്തപുരത്തെ, അദ്ദേഹത്തിന്റെ ഉയരത്തെ കുറിച്ച് കളിയാക്കി പിണറായി. ഇയാള് പറയാത്ത വാക്കുണ്ടോ? ആ നാട്ടിലാണ് പ്രിയങ്കരനായ നജീബ് കാന്തപുരം വളരെ മനോഹരമായ വിജയം നേടിക്കൊടുക്കാൻ വീടാന്തരം കയറി ഇറങ്ങിയത്. എന്താ നിങ്ങൾക്ക് ഉണ്ടായത്? ആ നഗരസഭയിൽ ഇടതുപക്ഷത്തെ നിലം പരിശാക്കാൻ നജീബ് കാന്തപുരത്തിന് സാധിച്ചു. ഞങ്ങളുടെ കോട്ടയാന്നാ പറഞ്ഞിരുന്നത്. ആ കോട്ടയിലാണ് നജീബ് വെന്നിക്കൊടി പാറിച്ചത്. ഇപ്പൊ അവിടുത്തെ നജീബിനെ തോൽപ്പിച്ച മുസ്തഫ എന്ന് പറയുന്ന ഒരു പണച്ചാക്കിനെ നിങ്ങൾ കടമെടുത്ത് കൊണ്ടുപോയി കേസ് കൂടി നടക്കുമ്പോ ഇപ്പൊ യഥാർത്ഥത്തില് ആ മുസ്തഫ പറയുന്നത് ഇനി ഞാനില്ല കേസിന്, ഞാൻ നജീബ് കാന്തപുരത്തിന്റെ ആ ജയത്തെ മാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിലേക്ക് ആ വിജയത്തെ നമ്മൾ കൊണ്ടുപോയി. ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ എപ്പോഴും ഇവിടെ പ്രസംഗിക്കുന്നതാണ്. എൻ്റെ സുഹൃത്ത് ഷിബു മീരാൻ കാര്യങ്ങളൊക്കെ വിശദമായി പറയും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കാം. ഏതായാലും ഇപ്പോ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സ്വന്തം നയല് പോലും പേടിയാണ്. പിണറായി വിജയൻ ഇപ്പോ തട്ടാന്റെ വളപ്പിലെ മുയലിനെ പോലെയാണ്. പാട്ട് കേൾക്കുമ്പോൾ വരെ ഞെട്ടുകയാണ്. മാർക്സിസ്റ്റ് സഖാക്കളൊക്കെ ഇപ്പോൾ ഒരു ജാഥ വരുമ്പോ പ്രശ്നം. കടകംപള്ളി അടുത്ത ദിവസം പറഞ്ഞത് എനിക്ക് ഉറക്കിട്ടിട്ടില്ല എന്ന് പറഞ്ഞ് മൂപ്പര ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി നോക്കുമ്പോ സ്കാൻ ചെയ്തപ്പോൾ അതിലൊന്നും കാണാനില്ല. ECG എടുത്തപ്പോഴും പ്രശ്നമില്ല. പക്ഷെ മൂപ്പരെ എടുത്ത് ചെവി വെച്ച് നോക്കുമ്പോ പോറ്റിയെ അതാ സാധു പാടുണ്ട്. കടകംപള്ളി അതിങ്ങനെ പാടുകയാണ്.
ആ ഒരു പാട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയ നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പാട്ടിന്റെ മഹത്വം മാത്രല്ല, ആ പാട്ടിൽ പറയുന്ന കാര്യങ്ങളാണ്. ആ പാട്ടിൽ പറയുന്ന കാര്യമാണ്. നിങ്ങൾ ശബരിമലയിൽ കാണിച്ച പേക്കൂത്ത് ചെറുതാണോ? അയ്യപ്പൻ നിങ്ങളോട് കോപിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം തന്നെയാണ് ഈ വിജയം. ഈ പാട്ട് കേട്ടിട്ട് ദേഷ്യം പിടിച്ച് നടക്കുകയാണ്, മരണദേഷ്യം. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ ചെന്നപ്പോ പോലീസുകാർ ഈ പാട്ട് ഇട്ടിരിക്കാത്ത ഓറ്റിയെ കേറ്റിയെ. അവിടുന്ന് നേരെ വന്ന് ഇടങ്ങറിന്റെ കൂടിയായി ബസ്സിൽ വന്നപ്പോ ബസ്സിലും ഈ പാട്ടായിട്ട് കണ്ടു. ഓറ്റിയെ കേറ്റിയെ തന്നെ കേൾക്കുകയാണ്. അപ്പൊ അങ്ങനെ നേരെ നാട്ടിൽ നിൽക്കാൻ സുഖമില്ലായിട്ട് ഭാര്യ വീട്ടിക്ക് ചെന്നപ്പോണ്ട് ഭാര്യ വീട്ടിക്ക് കയറുമ്പോ അളിയന്റെ കുട്ടികൾ തിട്ടുമ്പോ കാലം തൂക്കിയിട്ടിട്ട് പോറ്റിയെ കേറ്റിയെന്ന് പൈത മക്കള്. അവസാനം ഇനി എവിടുക്കാ വരണ്ടെന്ന് വിചാരിച്ച് ഉമ്മാന്റെ അടുത്ത് വിളിച്ചപ്പോ അമ്മോന്റെ ചെക്കന്റെ മൊബൈലിലെ റിംഗ് ട്യൂണും പോറ്റിയെ കേറ്റിയെ തന്നെ. എങ്ങനെ നോക്കിയാലും രക്ഷയില്ല. എന്തുകൊണ്ടാണിത്? നിങ്ങളുടെ കയ്യിലിരിപ്പാണ്. എന്നിട്ടിപ്പോ പറയുന്നത് എന്താ? അയ്യപ്പനെ അവഹേളിച്ചു അല്ലേ? അയ്യപ്പനെ ഞങ്ങളെ അവഹേളിച്ചത് ആബിദ് ഹുസൈൻ ഞങ്ങൾ പറഞ്ഞല്ലോ അല്ലേ? 3 പെണ്ണുങ്ങളെ കൊണ്ടുപോയല്ലോ 18ാം പടിയിലേക്ക്. കനകദുർഗ, ബിന്ദു, രഹന, ഫാത്തിമ. എന്തിനാ കൊണ്ടുപോയത്? ആചാരങ്ങളെ ലംഘിച്ചല്ലേ കൊണ്ടുപോയത്? ഞങ്ങളാണോ? നിങ്ങൾ ആരെ കുറിച്ചാ പറയാത്തത്? വലിയ ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുന്നവരാ. അപ്പൊ നരേന്ദ്രമോദി കൊണ്ടുവന്ന സിനിമക്കെതിരെ ഉറഞ്ഞു തുള്ളുന്നവരാ നിങ്ങൾ. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ എന്താ? അവനാന്റെ കയ്യിൽ ഒരു പേന കിട്ടിയാൽ ഇഷ്ടമുള്ളത് എഴുതാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അങ്ങനെ ഇഷ്ടമുള്ളത് പലതും ഇവിടെ എഴുതിയിരുന്നല്ലോ അല്ലേ? ഭഗവാൻ കാലു മാറുന്നു എന്ന് കണിയാപുരം രാമചന്ദ്രൻ എഴുതിയത് ആരെ കുറിച്ചാ? ശ്രീകൃഷ്ണനെ മോശാക്കിയിട്ടല്ലേ? കെ അയമു, അതുപോലെ തന്നെ നമ്മുടെ നിലമ്പൂരിലെ ആയിഷ, ഇവര് അഭിനയിച്ചൊരു നാടകം ഉണ്ടായിരുന്നു, ഇജ്ജ് നല്ലൊരു മനുഷ്യനാകാൻ നോക്കുന്നു. ആരെ കുറിച്ച് എഴുതിയതാ? KC അബൂബക്കർ മൗലവിയെ കുറിച്ച്. എസ് ആന്റണി എഴുതിയില്ല ഒരിക്കല് ക്രിസ്തുവിന്റെ 6ാം തിരുമുറിവ്, ക്രിസ്ത്യാനിയെ അവഹേളിച്ചിട്ട്. അതുപോലെ തോപ്പിൽ വാസി എഴുതി നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി. അപ്പൊ സിബിക് ചന്ദ്രൻ അതിനെതിരെ എഴുതി നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റ് ആക്കി. അപ്പൊ ഇവർക്ക് ചൂടായി എന്റെ വാപ്പാനെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് വേറൊരു കഥ എഴുതി. അപ്പൊ നിങ്ങൾക്ക് ആരെ മേക്കട്ടേക്കും കയറാം, മുസ്ലിമിനെതിരെ കയറാം, ഹിന്ദുവിനെതിരെ കയറാം, മതചിഹ്നം ഉപയോഗപ്പെടുത്താം അല്ലെ? ഞങ്ങളാണോ മതചിഹ്നം ഉപയോഗപ്പെടുത്തുന്നത്? കോൺഗ്രസ് ആണോ? ലീഗാണോ? മതചിഹ്നം ഉപയോഗപ്പെടുത്തി മാഷാ അല്ലാഹ് എന്ന സ്റ്റിക്കറുമായി ഇഷ്ടമില്ലാത്ത ഒരാളെ കൊല്ലാൻ കൊണ്ടുപോയത് ഞങ്ങളല്ല, നിങ്ങളാണ്. അങ്ങനെ എന്തെല്ലാം ഈ നാട്ടിൽ നടത്തി കാഫിർ പ്രയോഗം. ആ ദുരന്തം ഇതുവരെ മാറിയിട്ടുണ്ടോ? ഇന്ന് വരെ അതിന്റെ ശില്പിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? മാർക്സിസ്റ്റ് പാർട്ടി തലമറ നെണ്ണരേക്കുകയാണ്, താന്തോന്നിയെ പോലെ പോവുകയാണ്. എന്തെല്ലാം ഉണ്ടായി നമ്മുടെ നാട്ടിൽ. ഞാൻ അവസാനിപ്പിക്കുക. ക്രിസ്ത്യൻ പാതിരിമാരെ കളിയാക്കി പറഞ്ഞില്ല, രൂപത എന്ന് പറഞ്ഞാൽ പൈസ കൊണ്ടോന്ന, അതിരൂപത എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം കൊണ്ടോന്ന അല്ലേ? ക്രിസ്ത്യാനിയെ കുറിച്ച് പറഞ്ഞില്ലേ മാർക്സിസ്റ്റ് പാർട്ടി? യേശുവിൽ വിശ്വാസം, കീശയിൽ ആശ്വാസം. ഇനി വല്ലതും പിണറായിസത്തിനെതിരെ, കമ്മ്യൂണിസത്തിനെതിരെ കേരളത്തിലെ മതവിശ്വാസികളുടെ വിജയമാണ്. ആ വിജയമാണ് ഞങ്ങൾ കൊണ്ടാടുന്നത്. അത് കൊണ്ടാടുമ്പോ ഞങ്ങൾ പാട്ട് വെച്ച പ്രശ്നം. ജാഥ നടത്തിയെടുത്ത് പോയി കയറി അടിച്ചു. കണ്ണൂരിലെ 2 പഞ്ചായത്ത് 40-50 കൊല്ലായി നമുക്ക് കിട്ടാത്തതാ. അത് നമുക്ക് കിട്ടിയപ്പോ ആ ജാഥയിൽ കയറി അടിച്ചു. എന്താ കാരണം പറഞ്ഞാൽ അറിയോ? അവിടെ പഞ്ചായത്തിൽ ഞങ്ങള് ശുദ്ധി കലശം നടത്തിന. ഞാനിത് പറയുമ്പോ ഓർക്കുകയാണ്. ശുദ്ധിക്ക് ഓർമ്മല്ലേ? കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ മത്സരിക്കുമ്പോ അജിതയെ കൊണ്ടുവന്ന് ചാണകം തെളിച്ചു ഈ കുറ്റിപ്പുറത്ത്. കുഞ്ഞാലിക്കുട്ടി കയറിയ സ്റ്റേജ് ചൂലെടുത്ത് അടിച്ചവരാ നിങ്ങള് അല്ലേ? രാഷ്ട്രീയാണെങ്കിൽ ഇതും രാഷ്ട്രീയല്ലേ? അതേ രാഷ്ട്രീയം ഞങ്ങൾ അവിടെ വിജയം കൊയ്തപ്പോ നടത്തിയപ്പോ നിങ്ങൾക്ക് ചൊടിച്ചു. ആ ജാഥയിൽ കയറി കളിച്ചു. എന്നാ ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരം കോർപ്പറേഷൻ ആരാ പിടിച്ചത്? RSS BJP. നിങ്ങൾ അവർക്ക് നേരെ നെഞ്ഞത്തേക്ക് കയറാത്തത് എന്താ? മാർക്സിസ്റ്റ് പാർട്ടി അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ കള്ളക്കാപട്യം ജനങ്ങൾ മനസ്സിലാക്കി. ഈ പോക്ക് നല്ലതല്ല എന്ന് മനസ്സിലാക്കി. പിണറായി ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചത് കോഴിക്കോടായിരുന്നു. ആ ജില്ലാ പഞ്ചായത്ത് നമുക്ക് കിട്ടി. മുഹമ്മദ് റിയാസ് സഞ്ചരിച്ചിടത്തൊക്കെ ഞങ്ങൾക്ക് കിട്ടി. ഇപ്പൊ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ വേണ്ടത് ഞങ്ങൾക്ക് പിണറായിയുടെ ഡേറ്റാണ്. പരമാവധി ഞങ്ങൾ അയാളെ എല്ലായിടത്തും എത്തിക്കാൻ നോക്കും. അയാളെ മുഖം കണ്ടാൽ, അയാളെ കോലം കണ്ടാൽ, അയാളെ മരുമകൻ പോലും അയാളെ കണ്ടാൽ
അതാണ് മാർച്ചിട്ടുവാട്ടിയെ ജനങ്ങൾ വെറുത്തു. ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് വെറുതെ കിട്ടിയതല്ല. UDFന്റെ വോട്ട് മാത്രമല്ല, മാർച്ചിട്ടുവാട്ടി നശിക്കരുതെന്ന് ആഗ്രഹിച്ച സാക്ഷാൽ സഖാക്കള്. എങ്ങനെയുള്ള സഖാക്കൾ? ആസനത്തിൽ പോലും ചെഗുവേരയെ മുദ്ര കുത്തിയ സാക്ഷാൽ മുത്തലക്കായ സഖാക്കൾ വരെ കോണിയിലും കൈപ്പത്തിക്കും വോട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ വിജയമാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് കുറ്റിപ്പുറത്ത് KMCCയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ നടത്തിയ ഈ ഉജ്ജ്വലമായ വിജയം, ഈ വിജയ ആരവം എല്ലാം കൊണ്ടും അഭിനന്ദനം അർഹിക്കുന്നതാണ്. UAE KMCCയുടെ ഭാരവാഹികളെ എനിക്ക് പറയാനുള്ളത്, ആബിദ് ഹുസൈൻ തങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചായത്തിലെ ഭരണസമിതി അധികാരത്തിൽ വന്നാൽ ഇവിടുത്തെ എൻ്റെ പാർട്ടി മുസ്ലിം ലീഗും അതുപോലെ ഭരണസമിതിയും UDFും നമ്മുടെ കുറ്റിപ്പുറത്തെ ആശുപത്രിയെ മനോഹരമാക്കിയ ഒരു നല്ല ജനപ്രതിനിധിയാണ് പ്രിയപ്പെട്ട വസീമ വേളേരി എന്ന് പറയുന്ന നമ്മുടെ സഹോദരി. നമ്മൾ ഒത്തൊരുമിച്ചാൽ എല്ലാം നന്നാവും ഇൻഷാ അല്ലാഹ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളവും നമ്മുടെ കയ്യിൽ കിട്ടണം. അങ്ങനെ വന്നാൽ KMCCക്കാരോട് എനിക്ക് പറയാനുള്ളത്, അലവിഹാജി ഉണ്ട്, മൊയ്തുട്ടിയുണ്ട്, അതുപോലെ പ്രിയപ്പെട്ട എൻ്റെ അസീസ് സാഹിബുണ്ട്. കഴിഞ്ഞ ഒരു മാസം അവിടെ സന്ദർശിക്കുമ്പോൾ ഞങ്ങൾ അതേക്കുറിച്ച് ഏറെ പറഞ്ഞു. കുറ്റിപ്പുറം ഗവൺമെൻറ് ആശുപത്രിയുടെ സമീപത്ത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു സ്ഥലം എടുത്ത് ഈ നാട്ടിലെ കിഡ്നി രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്യാനുള്ള ഒരു പദ്ധതിയെക്കുറിച്ച് എൻ്റെ KMCC ഇവിടെ അതിസംബന്ധമായ ഒരു പ്രഖ്യാപനം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് UDF.